താങ്കൾക്ക് ഈ മനുവിനെ അറിയാമോ? ഞാൻ ക്രിക്കറ്റില് ഫീൽഡിൽ വന്നിട്ട് 8-9 വർഷത്തിൽ കൂടുതലായി. ഞാൻ KCL അവരുടെ മനു സാർ ആ പുള്ളിന്റെ കീഴിലാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഇയാൾ എങ്ങനെയായിരുന്നു? പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു കോഴി ടൈപ്പാണ്. എല്ലാ പെൺകുട്ടികളെ ആ പുള്ളി വേറെ എന്തോ രീതിയിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പുള്ളിക്ക് ആ ഒരു ടൈമിൽ ഇട്ട പേര് കോഴി മനു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ടൂർണമെന്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ കോച്ചായിട്ട് പറഞ്ഞ ഈ മനു വരുമ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കളിക്കുന്ന പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കില്ല. അയാൾക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രം ചാൻസ് കൊടുക്കും. ഇയാളിൽ നിന്നും താങ്കളുടെ സുഹൃത്തിന് ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതെന്താണത്? അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരിനെ ഒരു ദിവസം വൈകുന്നേരം ഒരു 9-10 മണിക്കകത്ത് പുള്ളി വിളിച്ചിട്ട് പറയുന്നത്, എടാ എന്ത് ചെയ്യുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചോ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്, എടാ നമുക്ക് നാളെ നമ്മുടെ സ്പെഷ്യൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 10 മണിക്ക് KCO നോർമൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നീ ഒരു 8 മണിയാകുമ്പോൾ പോരെ, നമുക്കൊരു 8 മണി തൊട്ട് പേഴ്സണൽ ട്രെയിനിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവള് വെച്ച്, അതെന്താ സാർ അങ്ങനെ, നിനക്ക് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് തരാം, അതിലൂടെ നിനക്ക് വളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, ആ സാർ പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറയാന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞത്, ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇയാൾ കേൾക്കണം, ഞാൻ എന്ത് പറയുന്ന അത് മാത്രം ചെയ്യണം, ഞാൻ ഒരിടത്ത് പോരുതെന്ന് പറഞ്ഞാൽ നീ പോരുത്, ഞാനത് ചെയ്യാൻ പറഞ്ഞാൽ നീ അത് ചെയ്യണം, എന്തിനും തിരിച്ച് ചോദിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഇപ്പം നിന്റെ അടുത്ത് ഒരു ബിൽഡിങ്ങിനെ മണ്ടയിൽ നിന്ന് താഴെ ചടാൻ പറഞ്ഞാൽ പോലും നീ അത് കേൾക്കണം, അത് ചെയ്യണം, എന്തിനാന്ന് ചോദിക്കരുത്, നീ അത് ചെയ്തിരിക്കണം, ഓക്കെ എന്ന് പറഞ്ഞു. സാറ് പറയാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ജിം സെഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാള് ഡ്രസ്സ് ഞാനൊരു കോഡ് പറയാം, അതേ യൂസ് ചെയ്യാവൂ. എന്താ പറയാ, ജിമ്മ് പ്രാക്ടീസ് സെഷന് നീ കുഴപ്പമില്ല, മാക്സിമം സ്ലീവ്ലെസ് യൂസ് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ജിം സെഷൻ വരുമ്പോൾ നീ 2 പീസിൽ എന്റെ ഫ്രണ്ടിൽ നിൽക്കാവൂന്ന് പറഞ്ഞു. മെയിൻ പോയിന്റ് 2 പീസ്, ഒരു കോച്ച് പറയണതാണ് 2 പീസിൽ ഡ്രസ്സിൽ നീ എന്റെ അടുത്ത് നിൽക്കാവൂ. അതും എടുത്ത് പറഞ്ഞത് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുക, പിന്നെ ഷോർട്സ് മാക്സിമം ലെങ്ത് കുറഞ്ഞത് യൂസ് ചെയ്യുക, അതാകുമ്പോൾ നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞേ, നിനക്കിപ്പോ സ്പോർട്സ് ബ്രായും ഈ 2 പീസ് വേണ്ടാന്നുണ്ട്, നിനക്ക് അത് ഇടുന്നതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് ഊരിക്കോ, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ പോലെ പറഞ്ഞ ഒരാളാണ് ഈ മനു എന്ന് പറഞ്ഞ ആള്. രാവിലെ ഇതുപോലെ മനു വിളിച്ചു, എനിക്ക് സാറിന്റെ സംസാരത്തിന് ബാഡ് അടിച്ചു, ഞാൻ ഇതിന് നിൽക്കത്തില്ല എന്ന് അവള് പറഞ്ഞു. കോള് കേട്ടു. പിന്നെ അയാൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. പാരന്റ്സിനോട് സംസാരിച്ചപ്പോൾ പാരന്റ്സ് ആദ്യം കേട്ടു. അപ്പോൾ ഇതില് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ സ്വന്തം അമ്മ പറയണതാണ് ഇങ്ങനെ ചെയ്യണ്ട, അത് വിട്ടേക്കുന്നു. ലാസ്റ്റ് കരഞ്ഞു വിളിച്ച് എന്റെ അടുത്ത് വന്നിട്ട്, എന്റെ ഫോണിൽ ഈ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, എന്റെ ഫോണൊന്നും ഇത് ഡിലീറ്റ് ആക്കി, അവളുടെ ഫോണൊന്നും എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് പറഞ്ഞു, ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോവണ്ട, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വല്ല സമ്മർദ്ദവും ആ കുട്ടിക്ക് വന്നു? പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണ് ആ സമ്മർദ്ദം വന്നത്. പക്ഷെ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ എന്റെ അച്ഛനെ അയച്ചു കൊടുത്തു. പിന്നെ ഞാനത് എന്റെ കോച്ചിനോട് എടുത്തേടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ആകെ ആ ഒരു സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് എന്റെ കോച്ചായ അനീൽ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം സാറിനെ വിളിച്ചിട്ടുണ്ടായി. സാറിന് ഞാൻ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വോയിസ് അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ സാറിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. സാറത് കേട്ടിട്ട് പറഞ്ഞു, എടാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാരും മറന്നു. അന്നേരം മനുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും പുള്ളിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പുള്ളി കേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞങ്ങളൊക്കെ ഈ പാവപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ, ഇപ്പൊ എന്റെ ഇരിക്കണ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ, അപ്പൊ അതില് ഒരുപാട് GB അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ എന്റെ സ്റ്റോറേജ് ഇതാവുമ്പോ മൊത്തം ക്ലിയർ ആവും. അങ്ങനെ ഈ ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നൊക്കെ എന്റെ നിന്നും പോയി. മനു കോച്ചിങ് ചെയ്ത കുട്ടികളിൽ പരാതിപ്പെടാത്ത, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട കുട്ടികൾ വേറെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ വരുന്ന മിക്ക കുട്ടികളെ ഇയാള് മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഓഫർ ചെയ്യുന്ന ആ ഓഡിയോയിൽ തന്നെ പറയുന്നത്, ഇയാൾ ഓഫർ ചെയ്യുന്നതും പിള്ളേര് വഴങ്ങുന്നതുമായിട്ടുള്ള മെയിൻ കാരണം ഇയാൾ പറയും, എടോ ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിന്നാ നിന്നെ ഞാൻ NCA കളിപ്പിക്കുക, നിന്നെ ഞാൻ നാഷണൽ ടീമിൽ കയറ്റിക്കുക, ഇന്ത്യ കളിപ്പിക്കുക, ഇവിടെ ഞാനാണ് മെയിൻ, എനിക്കിവിടെ നല്ല പിടിപാടുണ്ട്, ഞാൻ പറയുന്നതൊക്കെ ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊരു ഓഫർ ഇയാൾ ഇടുന്നത് കൊണ്ടാണ് ഈ പിള്ളേർ ഇതിന് നിൽക്കുന്നത്. KCA അങ്ങനെ മനുവിനെ സംരക്ഷിച്ചു പോരുകയായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. പക്ഷേ 2019 ഇങ്ങനൊരു കുട്ടിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് പുറത്ത് വന്നതാണ്. അതിനുശേഷം നടന്ന മാച്ചസിൽ പോലും ആണെങ്കിൽ ഈ മനുവിനെ വുമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ഒപ്പം വിട്ടിട്ടുണ്ട്. അപ്പൊ KCA അയാളെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കുകയോ അയാളെ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. അയാളെ വീണ്ടും വുമൻസിന്റെ ഒപ്പം വിടുക ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് KCAന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. KCA കോച്ചായിരുന്ന മനുവിന്റെ ദുസ്വഭാവങ്ങൾ കൂടുതൽ വെളിവാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയും പറഞ്ഞിരിക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.